ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഫോർ എന്താണ് ഈ പറയുന്ന 6, 12, 14, 15, 18, 21 and 72 ആണ്. സോ ഇത്രയും നിങ്ങൾ മെയിൻലി നോക്കി വെക്കേണ്ട ഡിജിറ്റ്സാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഡിവിസിബിലിറ്റി റൂൾസ് എല്ലാം നോക്കി വെക്കേണ്ടതാണ്. ഏകദേശം നമ്മൾ എത്രയും ഡിവിസിബിലിറ്റി റൂൾസിനെ കുറിച്ച് അറിയേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2, 4, 8, 16 ഡിവിസിബിലിറ്റി റൂളും 5, 25, 125 അത് കഴിഞ്ഞിട്ട് പോകുന്ന ഡിവിസിബിലിറ്റി റൂൾസ് എങ്ങനെയാണെന്നും 3, 9, 11, 17, 11, 7, 13 ഇതിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കേണ്ടതാണ്. അഡീഷണലി എന്താണ് ഇതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. 6ൻ്റെയും 12ൻ്റെയും 14, 15, 18, 21 and 72. ഓക്കെ, ഇതിൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 6ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ഇപ്പം കുറച്ച് സംഖ്യ തന്നിട്ട് അത് 6 എന്ന സംഖ്യയിൽ ഡിവിസിബിൾ ആണെന്ന് നമുക്ക് അറിയാനായിട്ടുള്ള എളുപ്പവഴി എന്താണ്? ആ സംഖ്യ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ എന്തായിരിക്കണം? 2ലും 3ലും ഡിവിസിബിൾ ആണെങ്കിൽ ആ സംഖ്യ 6ൽ ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. ഇതാണ് 6ൻ്റെ ഡിവിസിബിലിറ്റി മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇപ്പം ഇത് 6ൻ്റെ ഡിവിസിബിലിറ്റി ഉണ്ട്. ഇപ്പം 2, 3, 4, 2 6ൽ ഡിവിസിബിൾ ആണോ അല്ലയോ നമുക്കറിയണം അല്ലേ? സോ 6ൽ ഡിവിസിബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താണ് പറഞ്ഞത്? 6ൽ കുറച്ച് സംഖ്യ തന്നിട്ട് അതിൽ 6ൽ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെ നോക്കിയാൽ മതി? ഈ സംഖ്യ 2ലും 3ലും ഡിവിസിബിൾ ആണോ നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2ലും 3ലും ഡിവിസിബിൾ ആവണം. 2ൽ മാത്രമായിരിക്കരുത്, 2ലും 3ലും ഇത് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യ 6ൽ ഡിവിസിബിൾ ആണ് എന്നാണ്. ഇപ്പോൾ ഇതിൽ 2ൽ ഡിവിസിബിൾ, ഇപ്പം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഡിവിസിബിലിറ്റി റൂൾ ഫോർ 2 എന്താണ്? 2 എന്ന് പറയുന്നത് എന്താണ്? 2⁻1. ഡിവിസിബിലിറ്റി റൂൾ ഫോർ 2 എന്താണ് പറഞ്ഞത്? ലാസ്റ്റ് 1 ഡിജിറ്റ് 2⁻1 ആണ്. അപ്പം 2 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 1 ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 2. ലാസ്റ്റ് 1 ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 2. ഇവിടെ 2 അല്ലേ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പം എന്താണ്? അപ്പം 2 × 1 അല്ലേ 2 എന്ന് പറയുന്നത്. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സംഖ്യ 2ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി 3ൽ ഡിവിസിബിൾ ആകാനായിട്ട് നമ്മൾ പെട്ടെന്ന് എന്തായിരുന്നു പറഞ്ഞ എളുപ്പവഴി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള സംഖ്യ എന്തായിരിക്കും? 3ൽ ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ സംഖ്യ 3ൽ ഡിവിസിബിൾ ആണെന്നാണ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 + 3 + 4 + 2 എത്രയാണ്? 2 2s are 4, 4 4s are 8, 8 9 10 12. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12. 12 എന്ന് പറയുന്നത് 3ൽ ഡിവിസിബിൾ അല്ലേ? യെസ്. അതിനർത്ഥം ഈ പറയുന്ന സംഖ്യ 6ൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇത് 2 ലാസ്റ്റ് ഡിജിറ്റ് 2 വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 2ൽ ഡിവിസിബിൾ ആണെന്ന്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടിയത്. 12 എന്താണ്? 12 3ൽ ഡിവിസിബിൾ ആണ്. അതിനർത്ഥം എന്താണ്? ഇത് 12ൽ ഡിവിസിബിൾ ആണെന്ന് ഇത് 3ലും ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. 2ലും 3ലും ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ് അർത്ഥം? ഈ പറയുന്ന സംഖ്യ 6 എന്ന് പറയുന്നതിൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. സോ ഇത് മനസ്സിലായോ? 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യ 2ലും 3ലും ഡിവിസിബിൾ ആണെങ്കിൽ അത് 6ൽ ഡിവിസിബിൾ ആണെന്ന് അർത്ഥം. 2ലും 3ലും ഡിവിസിബിലിറ്റി റൂൾ കാണാനുള്ള എളുപ്പവഴി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. ഈ പറയുന്ന 6, 12, 14, 15, 18, 21, 72, 2, 4, 8, 5, 25, 125, 3, 9, 11, 7, 13 ഇതിൻ്റെയൊക്കെ ഡിവിസിബിലിറ്റി റൂള് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത എന്താണ്? 12ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ് പറയാൻ പോകുന്നത്. 12ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ 3ലും 4ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 12ൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ 1104. നമ്മൾ എന്താണ് നോക്കേണ്ടത്? ആദ്യം ഇത് 3ലും 4ലും ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. 3ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം കൂടി സം ചെയ്ത് നോക്കിയാൽ മതി. സം ചെയ്യുന്നതിൻ്റെ ഉത്തരം 3ൽ ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് 3ൽ ഡിവിസിബിൾ ആണെന്ന്. 1 + 1 2 6. 6 3ൽ ഡിവിസിബിൾ അല്ലേ? 3 × 2 = 6. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 3 പറയുന്ന സംഖ്യ 3ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി ഇത് 4ൽ ഡിവിസിബിൾ ആണെന്ന് നോക്കാൻ. 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? 2⁻2 ആണ് 4 എന്ന് പറയുന്നത്. അതിനർത്ഥം ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൽ ഡിവിസിബിൾ ആയിരിക്കണം. എങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൽ ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ്? ഇത് 4ൽ ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. ലാസ്റ്റ് 2 ഡിജിറ്റ് 0 4 0 ആണെങ്കിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 4 പിന്നെ വന്നേക്കുന്ന 4 ആണ്. യെസ്, 4 × 1 = 4.
ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് 4ലും ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാവും. അതിനർത്ഥം 1104 ഇസ് ഡിവിസിബിൾ ബൈ എന്താണ്? 12ൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. 12ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ തന്നിരിക്കുന്ന സംഖ്യകൾ 3ലും 4ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം അത് 12ൽ ഡിവിസിബിൾ ആണ് എന്നാണ്. മനസ്സിലായോ? ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ. പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട എളുപ്പമായിരിക്കും. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് നമ്മൾ 6 പറഞ്ഞു, 12 പറഞ്ഞു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് 14ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ 2ലും 7ലും ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ്? അതിനർത്ഥം അത് 14 എന്ന് പറയുന്ന സംഖ്യയിൽ ഡിവിസിബിൾ ആണ് എന്നാണ്. അപ്പം എന്താണ് ഈ പറയുന്ന സംഖ്യ 2ലും 7ലും ഡിവിസിബിൾ ആണെങ്കിൽ 2ലും 7ലും 2ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? 2⁻1 ആണ് 2, വിച്ച് മീൻസ് ലാസ്റ്റ് 1 ഡിജിറ്റ് എന്താണ്? ഷുഡ് ബി ഡിവിസിബിൾ ബൈ 2. 6 ആണ് ലാസ്റ്റ് 1 ഡിജിറ്റ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് 2 × 3 = 6. അതിനർത്ഥം എന്ത് മനസ്സിലായി? ഈ പറയുന്ന സംഖ്യ 2ൽ ഡിവിസിബിൾ ആണ് എന്ന് മനസ്സിലായി. ഇനി 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? 7ൻ്റെ ഡിവിസിബിലിറ്റി റൂളിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? 3 സെറ്റായിട്ട് എന്താണ് അതിനെ ഡിവൈഡ് ചെയ്തു അല്ലേ? ഫ്രം ദ റൈറ്റ് എൻഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 7ൻ്റെ ഡിവിസിബിലിറ്റി റൂളിൽ 3 സെറ്റായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. ഇങ്ങോട്ട് 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മളതിനെ 0 എന്ന് കൊടുത്തു. ഇനി നമ്മളെന്താ ഈ സെറ്റിനെ നമ്മളെന്താണ് സബ്സ്ട്രാക്റ്റ് ചെയ്യും. സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്നിങ്ങനെയാണ് 996 മൈനസ് 9 നമുക്ക് എത്ര കിട്ടും? 987. നമുക്ക് എത്ര കിട്ടിയ? 987 കിട്ടിയ. 987 7ൽ ഡിവിസിബിൾ ആണോ? 987 7ൽ ഡിവിസിബിൾ ആണോ നോക്കാം. 7 1 7 8 7 3 7 7 4 28 7 1 7. യെസ്, 141. റിമൈൻഡർ 0, വിച്ച് ഇസ് എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് 7ൽ ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. സോ ഈ സംഖ്യ എന്താണ്? 2ലും ഡിവിസിബിൾ ആണ്, 7ലും നമുക്ക് ഇത് 2ലും ഡിവിസിബിൾ ആണ്, 7ലും ഡിവിസിബിൾ ആണ്. അതിനർത്ഥം ഇത് എന്തിൽ ഡിവിസിബിൾ ആണെന്നാണ്? 14 എന്ന സംഖ്യയിൽ ഈ പറയുന്ന ഇത് ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം 2ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കി. യെസ്, 2ൽ ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് 1 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 2. അടുത്ത 7ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കി. 7ൽ ഡിവിസിബിൾ ആണെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? നമ്മളതിനെ 3 ഡിജിറ്റ്സ് ആയിട്ട് 3 സെറ്റായിട്ട് എന്താണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. 9996 ആയിരുന്നു ചോദ്യം. ഇത് ആദ്യം 3 സെറ്റായിട്ട് ഫ്രം ദ റൈറ്റ് എൻഡിൽ നിന്നായിരിക്കും നമ്മൾ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് സംഖ്യകളില്ലാത്തതുകൊണ്ട് നമ്മൾ 0 എന്ന് ഇട്ട് കൊടുത്തു. ഇനി എന്താണ്? അതിനെ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യും അല്ലേ? സോ 996 മൈനസ് 9 ചെയ്താൽ നമുക്ക് 987 കിട്ടി. 987 എന്താണ്? 7ൽ ഡിവിസിബിൾ ആണോ നമ്മൾ നോക്കത്തില്ലേ അല്ലേ? 7ലല്ലേ നോക്കുന്നത്. അപ്പോൾ 7ൽ ഡിവിസിബിൾ ആണോ നോക്കുമ്പോൾ എന്താണ്? 141 കിട്ടി. 7ൽ ഡിവിസിബിൾ ആണോ നോക്കിയപ്പോൾ യെസ് ഇറ്റ് ഇസ് ഡിവിസിബിൾ. റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. സോ ഇത് എന്താണ്? 14 എന്നതിൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 15ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ് പറയാൻ പോകുന്നത്. 15ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ 3ലും 5ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 15 എന്ന ഇതിൽ ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. നമ്മുടെ ചോദ്യം എന്താണ്? 9990 ഏതിലൊക്കെ ആയിരിക്കണം ഡിവിസിബിൾ ആവേണ്ടത്? 3ലും 5ലും ഡിവിസിബിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? 15ൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്? 3ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പം 3ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ എന്താ? നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 9 3 27. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടും. 27 3ൽ ഡിവിസിബിൾ ആണോ? യെസ്, 3 9 27. അപ്പോൾ ഇത് 3ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി 5ൽ ഡിവിസിബിൾ ആണെന്ന് നോക്കണം. 5ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് എന്തൊക്കെയായിരിക്കണം? 0 or 5 ആണെങ്കിൽ either 0 or 5 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് 5ൽ ഡിവിസിബിൾ ആണെന്ന്. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്, വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 5. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന സംഖ്യ 15 എന്ന ടേബിളിൽ ഡിവിസിബിൾ ആണെന്നാണ്. ഓക്കെ, സോ 15ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തെന്ന് പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് 18ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ്. ഓക്കെ, 18ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ 2ലും 9ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 18 എന്നുള്ള ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യ ഏതിലൊക്കെ ഡിവിസിബിൾ ആയിരിക്കണം? 2ലും 9ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 18 എന്ന് പറയുന്ന സംഖ്യയിൽ ഡിവിസിബിൾ ആണെന്നാണ്. സോ 2ൽ ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 or 2. 2ൽ ഡിവിസിബിൾ ആണെന്ന്. ഇപ്പോൾ 0 വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 2ൽ ഡിവിസിബിൾ ആണെന്നാണ്. either 0 or 2 ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്തായാലും ലാസ്റ്റ് 0 വന്നു,
0 ഓർ 2ൻ്റെ ഡിവിസിബിൾ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 0 വന്നപ്പോൾ മനസ്സിലായി ഇത് 2ൽ ഡിവിസിബിൾ ആണെന്ന്. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? 9ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരിക്കും എന്ന് പറഞ്ഞിരുന്നത്? 9ന് 2 ഡിവിസിബിലിറ്റി റൂളാണ് പറഞ്ഞിരുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കൂടി ആഡ് സെയിം ആസ് 3ക്കും 9നും സെയിം ഡിവിസിബിലിറ്റി റൂളാണ് പറഞ്ഞിരുന്നത്. പിന്നെ 9ൽ ഒരു അഡീഷണൽ റൂളും കൂടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 9ൻ്റെ അപ്പം 2ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ആദ്യത്തെ 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ് പറഞ്ഞത്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 9ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3 2 5 + 4 9. അപ്പോൾ 3 + 2 + 4 + 0 നമുക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? 9. 9 കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഇത് 9ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. either 0 or 9. അപ്പോൾ 9ൻ്റെ കിട്ടുന്ന ആഡ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 9ൽ ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 9ൽ ഡിവിസിബിൾ ആണെന്നാണ്. ഇതിപ്പോൾ 9 കിട്ടിയിരിക്കുന്നത്. എസ് ഡിവിസിബിൾ ബൈ 9. പിന്നെ 9ൻ്റെ വേറൊരു ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഡിജിറ്റൽ സം. ഡിജിറ്റൽ സം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? 3 2 4 0. അപ്പം ഡിജിറ്റൽ സം ചെയ്യുക. ലാസ്റ്റ് നമുക്ക് എന്താണ്? either 0 or 9. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 9 കിട്ടുന്നത്. ഓക്കെ, ഡിജിറ്റൽ സം 9 കിട്ടുന്നത്. ഡിജിറ്റൽ സം എന്ന് പറയുന്നത് എന്താണ്? മേക്ക് ഇറ്റ് ഇൻറ്റു എ സിംഗിൾ ഡിജിറ്റ്. ഇതിപ്പോൾ ഓൾറെഡി സിംഗിൾ ഡിജിറ്റ് ആണ്. സോ വിച്ച് ഇസ് എന്താണ്? 9 ഇതെല്ലാം കൂടി ഇനിയിപ്പോൾ നമ്മളിത് വെട്ടിപ്പോയാൽ തന്നെ 2 4 ഇത് 9 നമുക്ക് കിട്ടും. വിച്ച് ഇസ് നമുക്ക് എന്താണ്? ഡിജിറ്റൽ സം 9 കിട്ടുന്നത്. അതിനർത്ഥം എന്താണ്? ഇത് ഡിവിസിബിൾ ബൈ 9 ഓക്കെ, നമുക്ക് 9ൻ്റെ ഇതിൽ 2 ഡിവിസിബിലിറ്റി റൂളാണ് പറഞ്ഞത്. either സം ഷുഡ് ബി ഡിവിസിബിൾ ബൈ 9 ഓർ ടേക്ക് ദ ഡിജിറ്റൽ സം ആൻഡ് ദ ഡിജിറ്റൽ സം ഷുഡ് ബി either 0 or 9. ഓക്കെ, സോ 18ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞു. 2ലും 9ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് 18 എന്ന് പറയുന്നത് ടേബിളിൽ ഡിവിസിബിൾ ആണ് എന്നാണ്. സോ ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നത് 21 എന്ന സംഖ്യയുടെ ഡിവിസിബിലിറ്റി റൂളാണ്. 21 എന്ന സംഖ്യയുടെ ഡിവിസിബിലിറ്റി റൂളാണ് എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകൾ എന്താണ്? 3ലും 7ലും ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് 21 എന്ന ഇതിൽ ഡിവിസിബിൾ ആണെന്ന് പറയാം. തന്നിരിക്കുന്ന സംഖ്യ ഏതിലൊക്കെ? 3ലും 7ലും. 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? സം ഷുഡ് ബി എന്താണ്? ഡിവിസിബിൾ ബൈ 3. 8 + 8 + 2 + 0 എത്രയാണ്? 8 + 8 + 2 0 8 2 16 17 18. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 18 കിട്ടുന്നത് അല്ലേ? 18 ഡിവിസിബിൾ ബൈ 3 ആണോ? യെസ്, 3 6 18. ഒരു കാര്യം മനസ്സിലായി, ഇത് 3ൽ ഡിവിസിബിൾ ആണ്. ഇനി 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? നമ്മൾ എന്താണ് ചെയ്തത്? 3 സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്? അതിനെ സബ്സ്ട്രാക്ട് ചെയ്ത് വെക്കുന്നു അല്ലേ? ഈ സെറ്റിനെ സബ്സ്ട്രാക്ട് ചെയ്ത് വെക്കുന്നു. 3 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെറ്റിനെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 820 മൈനസ് എന്താണ്? 8 അല്ല, 820 - 8 എത്രയാണ്? ഓക്കെ, 2812. സോ 812 എന്താണ്? 7ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണ്ടേ? യെസ്, 7 1s are 7, 7 1s are 7, 7 8 9 10 11 12. 7 1s are 7, 8 7 6 are 42. സോ 116 ആണ് കിട്ടുന്നത്. റിമൈൻഡർ എന്താണ് നമുക്ക് കിട്ടുന്നത്? 0 ആണ്. വിച്ച് ഇസ് നമുക്കൊരു കാര്യം അറിയാം, ഇത് 7ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി അല്ലേ? 812 7 116 കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 116 കിട്ടും. റിമൈൻഡർ 0. നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 7ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. 812. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 3ലും 7ലും ഡിവിസിബിൾ ആണെങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത്? വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 21 ആണ്. 21 ഇത് ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. സോ ഡിവിസിബിലിറ്റി റൂൾ ഫോർ 21 മനസ്സിലായോ? ഇനി പറയുന്നത് എന്താണ്? 72ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ്. 72ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? 72ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യ 8ലും 9ലും ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 72 എന്ന് പറയുന്ന സംഖ്യയിൽ ഡിവിസിബിൾ ആണ് എന്നാണ് അർത്ഥം. 8ലും 9ലും ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. സോ ഈ പറയുന്ന സംഖ്യ 8ലും 9ലും ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം അല്ലേ? 8ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? 2 എത്രയാണ്? 2 ആണ് 8 എന്ന് പറയുന്നത് അല്ലേ? റൈറ്റ്, 2 ആണ് 8. അപ്പം അതിനർത്ഥം എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താണ്? ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8ൽ ഡിവിസിബിൾ ആയിരിക്കണം. നമ്മളെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താണ്? 336.
336 8ൽ ഡിവിസിബിൾ ആണോ? 8 1s 8 8 3 4 32 8 2s 60 42 ആണ് കിട്ടുന്നത്. റിമൈൻഡർ എന്താണ്? 0. വിച്ച് മീൻസ് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 8ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി അല്ലേ. ഇനി 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഡിജിറ്റൽ സം റൂളും പറഞ്ഞു. വേറൊരു റൂൾ എന്തായിരുന്നു? ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഉത്തരം എന്താണ്? നമ്മുടെ 9ൽ ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് 9ൽ ഡിവിസിബിൾ ആണെന്ന്. അപ്പം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3 3 6 6 6 12 6 18. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 ആണ് കിട്ടുന്നത്. സോ 18 9ൽ ഡിവിസിബിൾ ആണോ? യെസ്. 9 2s 18. 18 9ൽ ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. പിന്നെ വേറൊരു 9ൻ്റെ വേറെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിരുന്നു? ഡിജിറ്റൽ സം കാണണമെങ്കിൽ എന്താണ്? നമ്മൾ വേറൊരു എളുപ്പവഴി പറഞ്ഞിട്ട് 9 വരുന്ന എല്ലാം എന്താണ്? ക്യാൻസലായി. 3 6 9 അല്ല, അപ്പോൾ അത് ക്യാൻസലായിപ്പോയി. 3 6 9 അല്ലേ, ക്യാൻസലായിപ്പോയി. നമുക്ക് വേറെ ഒന്നും ഇല്ല, 0. ഡിജിറ്റൽ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് either 0 or 9 ആണെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് ഇതെന്താണ്? 9ലും ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? ഈ 8ലും തന്നിരിക്കുന്ന സംഖ്യ 8ലും 9ലും ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് 72 എന്ന് പറയുന്ന ടേബിൾ ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിവിസിബിലിറ്റി റൂളിൻ്റെ എന്താണ് ബേസിക് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് അറിഞ്ഞാലേ നമുക്ക് എന്താണ് മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദീസ് ആർ ദ ബേസിക്സ്. ഓക്കെ, താങ്ക് യു.